ഞാനിന്ന് എൻ്റെ അമ്മയുടെ തറവാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ്. ഇതൊരു കനാലാണ് കേട്ടോ. ഈ കനാലിൻ്റെ സൈഡിലൂടെ കൂടിയാണ് റോഡുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് പിടിക്കുകയാണ്. നാത്തൂനുണ്ട്, മോളുണ്ട്, എൻ്റെ അനിയനുണ്ട്, അവനാണ് വണ്ടി എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വീടുകൾ തമ്മിൽ അധികം ഡിസ്റ്റൻസ് ഒന്നുമില്ല കേട്ടോ, വേഗത്തും. അപ്പോൾ ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്, 1 മുതൽ 7 വരെ പഠിച്ച സ്കൂള്, വട്ടിപ്പുറം UP സ്കൂൾ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ അച്ഛനും അമ്മയും മുന്നിൽ ആക്റ്റീവയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആ വട്ടിപ്പുറം നാട്ടിൽ വയലുകളാണ് കേട്ടോ. അവിടെയൊക്കെ അച്ഛന് പണ്ട് വയലുകളൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ അതിലേ കൂടിയാണ് നല്ല കാഴ്ചയൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. ഫൈനലി നമ്മൾ തറവാട്ടിലെത്തി. അപ്പോൾ പണ്ടേ നമ്മൾ തറവാട്ടിൽ ഇങ്ങനെ ഇത്രയും സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെറുപ്പത്തിൽ എൻ്റെ മാമൻ്റെ മക്കളും ഞാനൊക്കെ കളിക്കുന്ന ഒരു സ്ഥലം നമ്മളെ വീടൊക്കെ ആയിട്ട്, ഇത് നമ്മൾ ഫ്രിഡ്ജൊക്കെ ആയിട്ട് നമ്മൾ കളിക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ പ്രായമായി, അച്ഛൻ ഭക്ഷണം കഴിക്കുമായിരുന്നു നമ്മൾ പോകുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് അമ്മാമ്മയാണ്. അപ്പോൾ അമ്മമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ തറവാട് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു 4 ജനറേഷനായിട്ട് നമുക്ക് പറയാം. അപ്പോൾ അമ്മമ്മ, അമ്മ, ഞാൻ, എൻ്റെ മോള്, അങ്ങനെ 4 ജനറേഷനുണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സ്ഥലം വരെ പോകാനുണ്ട്. അതായത് അച്ഛൻ്റെ കുറച്ച് സ്ഥലമുണ്ട്, കുറച്ച് ദൂരെ പറമ്പുകൾ. അപ്പോൾ അതൊന്ന് കാണണം. ഓക്കെ, അപ്പോൾ അതൊക്കെ പറമ്പുകളൊക്കെ കാടൊക്കെ പിടിച്ച് നിൽക്കുവാണ്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കണം. അപ്പോൾ ഏതൊക്കെയാണ് വൃത്തിയാക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഏതൊക്കെയാണ്, എത്രമാത്രം കാടൊക്കെ പിടിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോകണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിരിക്കുകയാണ്. വഴി കാണിച്ചു തരാൻ അമ്മമ്മയും റെഡി ആയിട്ടുണ്ട്. അച്ഛന് വരുന്നില്ല കേട്ടോ. ഇതെൻ്റെ മാമൻ്റെ മോനാണ്, അപ്പോൾ സൂര്യ. അപ്പോൾ നമ്മൾ പോവുകയാണ് കേട്ടോ. അമ്മമ്മേനെയും കൂട്ടി അച്ഛൻ്റെ പറമ്പിലേക്ക് നമ്മൾ പോവുകയാണ്. ഉള്ളോട്ടാണ് കേട്ടോ. ശരിക്കും വട്ടിപ്പുറം എന്ന് പറയുന്നത് തന്നെ ഉള്ളോട്ടുള്ളൊരു നാടാണ്. അതിലും ഉള്ളോട്ടേക്ക് പോയാലാണ് നമ്മൾ ഈ പറമ്പിലേക്ക് എത്തുന്നത്. ഇവിടെ ഞങ്ങൾ കുറേ കൈത ചെടികൾ കണ്ടു കേട്ടോ, ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി നമുക്ക് വഴി തെറ്റി, അമ്മമ്മ നമ്മളെ വഴി തെറ്റിച്ചിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ നമ്മൾ ശരിക്കും കുറച്ച് പൊളഞ്ഞിട്ടാണ് നമ്മൾ സ്ഥലത്തേക്ക് എത്തിയത്. ആക്ച്വലി അത്രയും ആവശ്യം ഉണ്ടായിരുന്നില്ല, നമുക്ക് വേഗം എത്തുമായിരുന്നു. പക്ഷെ വഴി തെറ്റിയത് കൊണ്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടു നമ്മളെ ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പോവുകയാണ്. വഴി തെറ്റിനെ കുറിച്ചിട്ട് അമ്മ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഈ കണ്ടോ, ഇങ്ങനത്തെ പാലത്തൊക്കെ കടന്ന് പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ വയലിൽ ഇങ്ങനെ തോടൊക്കെ കണ്ട് പാലൊക്കെ കടന്ന് അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ പണ്ട് ഇങ്ങനെ തോടുകളിൽ ഇങ്ങനെ നൊയ്ച്ചിങ്ങ ഉണ്ടാവും, പൈലയില്ലേ, പൈല ഗ്ലോബോസ എന്ന് പറഞ്ഞിട്ട് നൊയ്ച്ചിങ്ങ നമ്മൾ പറയും. അപ്പോൾ അത് നൊയ്ച്ചിങ്ങനെ നമ്മൾ പിടിക്കുകയും ഞണ്ടിനെ പിടിക്കുക അങ്ങനത്തെയൊക്കെ ഓരോ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കൈതിയാണ്. നമ്മൾ ഒരുപാട് കൈതച്ചെടി കണ്ടെങ്കിൽ ഇതിലാണ് കൈതി ഇങ്ങനെ ഉണ്ടായിട്ട് ഞാൻ കണ്ടത് കേട്ടോ. ഇത് ഇഞ്ചിയല്ല, ഇഞ്ചി പോലെ ഇത് അച്ചാറൊക്കെ ഇടുന്നൊരു സംഭവമാണ്. ഇത് നമ്മൾ മുറിച്ചെടുത്ത് അതിന് സ്മെല്ല് ചെയ്യുമ്പോൾ ഇഞ്ചീൻ്റെ മണമുണ്ട്, പ്ലസ് ഒരു മാങ്ങയുടെ മണമുണ്ട്. അച്ചാറൊക്കെ ഇട്ടാൽ നല്ലതായിരിക്കും എന്നാണ് നാത്തൂൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ, ഇതാണ് അച്ഛൻ്റെ പറമ്പ്. അപ്പോൾ ഇത്രയും മാത്രം കാടുണ്ട്, നമുക്ക് അവിടെ നിൽക്കാൻ പേടിയായി കേട്ടോ. പാമ്പെങ്ങാനും ഉണ്ടെങ്കിലും ആൾപ്പെരുമാറ്റില്ലാതെ പറമ്പല്ലേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടാസ്ക് വന്നിട്ട് ഇതൊരു മെഷീൻ വെച്ചിട്ട് തന്നെ 2-3 ആളെ വെച്ചിട്ട് നമുക്കത് ക്ലിയർ ചെയ്യണം മൊത്തം കാട്. അതിന് ശേഷമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആ പറമ്പിൽ ഞാൻ നാരകത്തിൻ്റെ ഇല കണ്ടു. അപ്പോൾ ഞാൻ സ്മെല്ല് ചെയ്ത് നോക്കുവാണ്. ഈ കാണുന്നത് കടച്ചക്കയാണ് കേട്ടോ. ഇത് എല്ലാവർക്കും അറിയാമല്ലോ, ജാമ്പക്ക. അപ്പോൾ അങ്ങനെ നമ്മളെ നാടൻ പറമ്പ് അതിൽ പല പല കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഇവിടെ ഒത്തിരി തോടുകളുണ്ട് കേട്ടോ. നോക്കുന്നിടത്തൊക്കെ തോടാണ്. ഇപ്പോഴാണ് എൻ്റെ കണ്ണീതിൽ ഉടക്കിയത്. നമ്മൾ പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ കയ്യിൽ പണ്ടെടുത്ത ഒരു ടാറ്റു ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നൊരു സംഭവമാണിത്. അപ്പോൾ ഒത്തിരി ഉണ്ട് കേട്ടോ ഈ വയലിനെയും തോടിൻ്റെയൊക്കെ കരയിൽ. ഒരു ടെറിഡോഫൈറ്റാണ് ഇത് ആക്ച്വലി പറയുന്നത് കേട്ടോ. തോട്ടിൽ ഞാൻ നോക്കുമ്പോൾ എന്താ കുപ്പിയും പ്ലാസ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താ നമ്മുടെ ആൾക്കാരൊക്കെ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സംഭവങ്ങളാണല്ലോ. അപ്പോൾ നമ്മൾ ശരിക്കും തളർന്നു കേട്ടോ. എന്ന് വെച്ചാൽ നട്ടുച്ചയായിരുന്നു, നമുക്ക് ദാഹിച്ചു. നമ്മളെല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് റിഫ്രഷ് ചെയ്തിട്ട് അതിന് ശേഷം പോവാന്നുള്ള രീതിയിലാണുള്ളത്. അപ്പോൾ അവിടെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ആക്റ്റീവ് ഉണ്ടായിരുന്നു അച്ഛൻ്റെ. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ എനിക്കൊന്ന് ഓടിക്കാൻ തോന്നി. അങ്ങനെ ഓടിച്ച് നോക്കുകയാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് പിന്നെ അച്ഛനോട് വീട്ടിൽ കയറി യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചു പോയി.